സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്നും. സനോജ്, ഗുഡ് മോർണിംഗ്. സ്വാമി ശരണം. സ്വാമി ശരണം, ഗുഡ് മോർണിംഗ്. അവധി ദിനങ്ങളാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച അവധിയായിരുന്നു, ശനിയാഴ്ച അവധിയാണ്, ഞായറാഴ്ച അവധിയാണ്. അപ്പോൾ ഈ അവധി ദിനങ്ങളിൽ സ്വാഭാവികമായും തിരക്ക് കൂടാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. മലയിൽ നിരവധി തീർത്ഥാടകരാണോ എത്തുന്നത്? ഏകദേശം കണക്കുകളൊക്കെ നോക്കിയാൽ എങ്ങനെയാണ്? കണക്കുകൾ നോക്കിയാൽ അവധി ദിവസങ്ങളിലെ തിരക്ക് നമുക്ക് കാണാൻ കഴിയും. 1,859 തീർത്ഥാടകരാണ് ഇന്നലെ മാത്രം ശബരിമലയിൽ ദർശനം നടത്തിയത്. ഈ തീർത്ഥാടന കാലത്ത് ശബരിമല ക്ഷേത്രനട തുറന്നതിന് ശേഷം 1,00,000 മുകളിൽ തീർത്ഥാടകരെത്തിയ ആദ്യ ദിനമാണ്. അതായത് മകരവിളക്കിന് ക്ഷേത്രനട തുറന്നതിന് ശേഷം 1,00,000 മുകളിൽ തീർത്ഥാടകരെത്തിയ ആദ്യ ദിവസമായിരുന്നു ഇന്നലെ. ഇന്നും കാര്യമായ തിരക്കുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നിരവധി തീർത്ഥാടകർ ദർശനത്തിനായി ഫ്ലൈ ഓവറിൽ കാത്തു നിൽക്കുകയാണ്. അല്പം മുമ്പാണ് ഇവിടുത്തെ പൂജാകർമ്മങ്ങൾ നടന്നത്. അതിനുശേഷം വീണ്ടും തീർത്ഥാടകരെ ദർശനത്തിനായി കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തീർത്ഥാടന കാലത്തെ ക്ഷേത്രനട തുറന്നതിന് ശേഷമുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 30-ാം തീയതിയാണ് ക്ഷേത്രം തുറന്നത്. അന്ന് വൈകുന്നേരം 5 മണിക്ക് ക്ഷേത്രം തുറന്നപ്പോൾ അന്ന് 57,256 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. പിന്നീട് 31-ാം തീയതി 90,350 പേർ ദർശനം നടത്തി. 1-ാം തീയതി 87,774 പേർ ദർശനം നടത്തി. 2-ാം തീയതി 98,425 പേർ ദർശനം നടത്തി. ഇന്നലെ അത് 1,859. അങ്ങനെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ ദിവസത്തെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമുണ്ടാകുന്നുണ്ട്. ഇന്നും തീർത്ഥാടകരുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർ വലിയ തോതിലുള്ള ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള തീർത്ഥാടകരാണ് കൂടുതലായും ശബരിമല ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ മകരവിളക്ക് തീർത്ഥാടന കാലത്ത് സാധാരണ അങ്ങനെ തന്നെയാണ്. ഇത്തവണയും ആ പതിവ് തെറ്റിയില്ല. മലയാളി തീർത്ഥാടകരൊക്കെ തന്നെ നേരത്തെ വന്നു പോയ ഒരു തീർത്ഥാടന കാലമായിരുന്നു. ഇപ്പോൾ കൂടുതലായും എത്തുന്നത് ഈ പ്രദേശത്തു നിന്നുമാണ്. 1,00,000-ഓളം തീർത്ഥാടകർ ദർശനത്തിനായി സന്നിധാനത്തേക്ക് എത്തുമ്പോൾ പോലീസ് വലിയ തോതിലുള്ള കഷ്ടപ്പാടുകൾ ഈ തീർത്ഥാടകരെ സുഖദർശനം ഒരുക്കുന്നതിന് വേണ്ടി നടത്തുന്നുണ്ട്. കാരണം 18-ാം പടിയിൽ മിനിറ്റിൽ 80 പേർ വീതം കയറുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നത് എന്നതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ദേവസ്വം ബോർഡ് വരും ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് വിപുലമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ പമ്പയിൽ ഒരു അവലോകന യോഗം ചേരുന്നുണ്ട്. മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് അവലോകന യോഗം ചേരുന്നത്. മകരവിളക്കിൻ്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗണേഷ് കുമാർ പങ്കെടുത്തുകൊണ്ട് ശബരിമലയിൽ പമ്പയിൽ അവലോകന യോഗം ചേരുന്നത്. കാരണം മകരവിളക്കിനെത്തുന്ന തീർത്ഥാടകരുടെ തിരക്കിന് ശേഷം, അതായത് മകരവിളക്ക് ദർശിച്ചതിന് ശേഷം മടങ്ങുന്ന തീർത്ഥാടകർക്ക് അവരുടെ വീടുകളിലേക്ക് സുഖമായി മടങ്ങുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെ നടത്തണമെന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് KSRTCയുടെ ഒരു അവലോകന യോഗം ഇന്ന് പമ്പയിൽ ചേരുന്നത്. അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ദേവസ്വം ബോർഡാണെങ്കിലും പോലീസാണെങ്കിലും KSRTC ആണെങ്കിലും മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വിപുലമായ മുന്നൊരുക്കങ്ങൾ ശബരിമല സന്നിധാനത്ത് നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ കാര്യമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഈ തീർത്ഥാടന കാലം കൂടി കടന്നു പോകുന്നു എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. ഗിരിഷ. ശരി, സനോജ് സുരേന്ദ്രനാണ് സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.